ഹക്കീമിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഹക്കീം എനിക്ക് മെസ്സേജ് അയച്ചു. എൻ്റെ ഉമ്മയും ഉപ്പ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടാവും, ഞാനൊരു ബിൽഡിങ്ങിന് മേളിൽ നിൽക്കാൻ ഞാൻ എടുത്ത് ചാടും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നു. ഒരു സെക്കൻഡ് ഞാനത് ഡിലീറ്റ് ചെയ്തിരുന്നു, ആ ഇട്ട വീഡിയോ. പക്ഷേ അങ്ങനെ എത്ര ഫാമിലികൾ കരഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട് എൻ്റെ കോണ്ടന്റ് കാരണമൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് അത് ഒരു പാർട്ടായിരുന്നു അതിനകത്ത്. ഒരുപാട് സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരു പെൺകുട്ടി വീണ്ടും ഇവൻ തന്നെ സൈബർ ബുള്ളിങ്ങിലോട്ട് വിട്ടുകൊടുത്തു. അത് പറയുന്ന പെൺകുട്ടി കുറച്ച് കാലം മുമ്പ് മരിച്ചിരുന്നു. അതൊക്കെ നമ്മൾ ഒരാളുടെ എതിരെ നിൽക്കുമ്പോഴാണല്ലോ അയാളെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിക്കെതിരെയാണോ ഈ അബ്ദുൽ വീഡിയോ ചെയ്തത്? അത് വീട്ടുകാർക്ക് ഇപ്പോൾ പറയാൻ താല്പര്യമില്ലാത്തൊരു കേസാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഒരു മറ്റേ വനിജ കളക്റ്റീവിലൊക്കെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ അങ്ങനെ ഈ ആളുകൾ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ ആളുകൾ സ്വയം ആത്മഹത്യ ചെയ്യുന്നു പറയുന്ന ലെവലിലേക്കൊക്കെ കൊണ്ടുപോയ അബ്ദുൽ ഹക്കീം ഇപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ സ്വന്തം ഫോൺ ഓണാക്കാൻ കഴിയാതെ ഒക്കെ ഇരിക്കുകയാണ്. ഞാൻ കരുതുന്നു അദ്ദേഹം ഇത് കാണുന്നുണ്ടാവാൻ ചിലപ്പോൾ. എന്തായാലും പറയാൻ ഉണ്ടെങ്കിൽ എന്തായാലും പറയാനുണ്ടാവുക അബ്ദുൽ ഹക്കീമിനോട്? സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ ഹക്കീമേ. അതെ, അപ്പം സ്നേഹം പരക്കുമ്പോൾ തീർച്ചയായിട്ടും ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനൊക്കെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. അതെങ്കിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് അക്കൗണ്ടബിലിറ്റി? അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന വ്യക്തി അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളിലൂടെ. അവൻ ഡ്രഗ്സിനെതിരെ സംസാരിച്ച സമയത്ത് അവൻ ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസിലായിരുന്നു എന്നുള്ള അക്കൗണ്ടബിലിറ്റി. അവൻ ആൾക്കാരെ എക്സ്പ്ലോട്ട് ചെയ്തിട്ട് പൈസ മേടിച്ചു എന്നുള്ള അക്കൗണ്ടബിലിറ്റി. അവൻ്റെ വണ്ടി മേടിച്ചതും അവൻ്റെ കമ്പനി രജിസ്ട്രേഷൻ ചെയ്തതും എല്ലാം ഇങ്ങനെയുള്ള പൈസ ഉള്ളതെന്നുള്ള അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തിട്ട് തെറ്റ് തുറന്ന് പറഞ്ഞ് സംസാരിച്ച് നാട്ടുകാരോടൊത്ത് ക്ഷമ ചോദിച്ച് നാട്ടുകാരെ ക്ഷമിക്കുകയാണെങ്കിൽ വീണ്ടും ഇതേ പരിപാടി ചെയ്തോ, അതേ പറയാനുള്ളൂ. ഈ നമ്മൾ ഇതിനകത്ത് ജെന്യൂനായിട്ട് ഇത്തരം വരുന്ന സമയത്ത് ഫേസ്ബുക്ക് സർക്കിളുകളിലൊക്കെ ഇതിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വിളിക്കുന്നത് കോടതികളിൽ നിന്നാണ്, ഓൺലൈൻ കോടതികളിൽ നിന്നാണ്. ഇപ്പോൾ സുപ്രീം കോടതി, അബ്ദുൽ ഹക്കീം ആണെങ്കിൽ ഹൈക്കോടതി ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ കോടതി വിളികളെ ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? നല്ല ഭയങ്കരമായിട്ട് ചിരിക്കുന്നൊരു സാധനമായിരുന്നു. ഞാൻ ഹക്കീമായിട്ട് സൗഹൃദമായിരുന്ന സമയത്ത് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഹൈക്കോടതി ജില്ലാ കോടതി എന്നൊക്കെ പറയുന്ന സാധനം. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു സാധനമാണ്. ഈ ഇൻസ്റ്റാഗ്രാം സർക്കിളിനെക്കാട്ടും കുറച്ചുകൂടി ഫേസ്ബുക്ക് തന്നെ കുറച്ചുകൂടി ഫണ്ണി എടുക്കുന്നു തോന്നിയിട്ടുണ്ടോ? പിന്നെ ഞാൻ ചെയ്യുന്ന വിഷയങ്ങൾ ഒരിക്കലും കണ്ടിട്ട് ഒരു ഫണ്ണി വിഷയമാണെന്ന് എൻ്റെ കോണ്ടന്റ് ഒരിക്കലും തമാശ. പിന്നെ ഞാനെന്ന് പറയുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന സ്കാമൊക്കെ എക്സ്പോസ് ചെയ്യുന്നത് കാരണം അങ്ങനെ വിളിക്കുന്നതിനകത്ത് ഞാൻ തമാശയായിട്ട് കാണുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു സാധ്യത ഉണ്ടാവും. ഇപ്പം അക്കൗണ്ടബിലിറ്റി പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അക്കൗണ്ട് ആകാൻ കഴിയുന്ന നമ്മുടെ സിസ്റ്റത്തിനാണ്. ഇപ്പോൾ അബ്ദുൽ ഹക്കീം ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ വാട്ടവർ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ശരിക്കും ഈ ഒരു പ്രവൃത്തി കുറെ കൂടി ലീഗലൈസ് ചെയ്തത് നിങ്ങൾക്ക് ഇത്ര ഒരു വിഷയം കിട്ടുമ്പോൾ അത് കോടതിയിൽ എത്തിക്കാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം. കുറെ കൂടി ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല, താങ്കൾ ഒരാൾക്കെതിരെ ഇപ്പം ഒരു പ്രശ്നം അറിയുന്നു, താങ്കൾ പരാതി കൊടുക്കുന്നു എന്നൊരു ലൈനിലേക്ക് ഇത് മാറ്റിയാൽ നമ്മുടെ നിയമവ്യവസ്ഥ കറന്റ് അത് അനുവദിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഞാൻ എന്തോരം പ്രശ്നങ്ങൾ SP ഓഫീസിൽ കംപ്ലയിൻറ്റ് കൊടുത്ത പ്രശ്നങ്ങളുണ്ട്, ഈ സൈബർ ക്രൈമിൽ പരാതി കൊടുത്തിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിലവിൽ നമ്മുടെ ഇന്ത്യൻ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾക്ക് പേഴ്സണലി ഇത് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് കേസ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് അനുഭവപ്പെട്ടവർ മാത്രം കേസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നം നിലവിലുണ്ട്. അത് ഏത് പോലീസ് സ്റ്റേഷനിൽ പോയാലും ഏത് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം.